നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും യൂറോപ്യന്മാർക്ക് ബ്രസീലിയൻ ക്ലബ്ബ് പണി കൊടുത്തു. ഇത്തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ റണ്ണേഴ്സ് അപ്പായ ഇന്റർ മിലാനെയാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫ്ലുമിനൻസ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഫ്ലുമിനൻസിന് വേണ്ടി ജർമ്മൻ കാനോയും ഹെർക്കുലീസുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ഇന്റർ മിലാന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അർജന്റീൻ താരം നായകൻ ലൗട്രോ മാർട്ടിനസും ഒപ്പം തുറാമുമാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ഏറിയാസും അർജന്റീൻ താരം ജർമ്മൻ കാനോയും പിന്നെ നൊനാറ്റോയും ചേർന്നുകൊണ്ടാണ് ഫ്ലുമിനൻസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ ജർമ്മൻ കാനോയിലൂടെ ലീഡെടുത്തിരുന്നു ഫ്ലുമിനൻസ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായൊരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കവേ ഇന്റർ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി. ഒരു 5 ചാൻസുകളെങ്കിലും അവർക്ക് രണ്ടാം പകുതിയിൽ ലഭിച്ചിട്ടുണ്ട്. ഡീവേർജിന് ലഭിച്ച കിടിലൊരു അവസരം ഗോളാവാതെ പോയി. 3 മിനിറ്റിന് ഇടവേളയിൽ ലൗട്രോ മാർട്ടിനസിന് 3 അവസരങ്ങൾ, 1 പോസ്റ്റിലടിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവർക്ക് പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അവസാന ഘട്ടത്തിൽ ഹെർക്കുലീസ് കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയവുമായിട്ട് ഫ്ലുമിനൻസ് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇന്റർ മിലാൻ ഈ സീസണിൽ ഒന്നും നേടാതെ തലകുനിച്ച് മടങ്ങുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.